എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ ആ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴത്തേക്കിനും കിരണാണെങ്കിൽ 16,000 വരുന്ന അത്രയും വില മതിക്കുന്ന ആ ഒരു സാരി എടുത്ത് നമ്മുടെ കല്യാണിക്ക് വെച്ച് നോക്കി. കല്യാണി, ഇത് നിനക്ക് നല്ല സൂപ്പറായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ പ്രകാശനും കാർത്തികയും കൂടി വരികയാണ്. ഇവരാണെങ്കിലോ കാർത്തിക നമ്മുടെ പ്രകാശനോട് പറഞ്ഞു, അച്ഛാ അങ്ങോട്ടൊന്ന് നോക്ക്, അവിടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന്. കല്യാണിയൊക്കെയാണ്. അപ്പോൾ കല്യാണിയെ കണ്ട പാടെ തന്നെ പ്രകാശന് നല്ലതുപോലെ ദേഷ്യം വന്നു. പ്രകാശനാണെങ്കിൽ മോൾ ഇവിടെ നിൽക്കുക കേട്ടോ, ഞാൻ വേഗം പോയിട്ട് അവരോട് 2 വർത്തമാനം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ സമയമാണെങ്കിലോ കിരണും അതുപോലെ തന്നെ കല്യാണിയും പ്രകാശനെയും കാർത്തികയും ഒക്കെ കണ്ടു. എന്നിട്ട് കിരണാണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ അടുത്ത് പറഞ്ഞു, അയാൾ എന്ത് വന്ന് സംസാരിച്ചാലും നീ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. അയാളുടെ സ്വഭാവം നിനക്കറിയാലോ. എന്തായാലും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്ക്. അങ്ങനെയൊക്കെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശനിങ് വന്നു. അതെ, എന്താണ് കൊച്ചമ്മയും കൊച്ചപ്പനും കൂടി പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനു വന്നതാണെങ്കിലും അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, താൻ തൻ്റെ കാര്യം നോക്കണമെന്നും പറഞ്ഞ് കിരൺ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ പറ്റില്ലല്ലോ, എത്രയൊക്കെ വന്നാലും ഇവൾ എൻ്റെ കെയർ ഓഫിൽ ജനിച്ചവളാണല്ലോ. ഇവളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും 2 വർത്തമാനം പറയാതെ ഞാൻ എങ്ങനെയാടാ പോവേണ്ടത് കിരൺ സാറേ എന്ന് പറഞ്ഞു. കിരണാണെങ്കിലോ, അതെ, തന്നോട് സംസാരിക്കാനൊന്നും ഞങ്ങൾക്ക് തീരെയും താല്പര്യമില്ല. ഞങ്ങളിവിടെ സാരി സെലക്ട് ചെയ്യാൻ വന്നതാ, അതെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. തനിക്ക് എന്താ പർച്ചേസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ താൻ പോയി അത് എടുത്തോടോ എന്ന് പറഞ്ഞ് കിരണാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോരാൻ തുടങ്ങുമ്പോഴത്തേക്കിനും, എടി നിക്കടി വെറുക്കപ്പെട്ട മകളെ, നീയേ ഇത്ര കണ്ടങ്ങ് തിളച്ചു കയറി അങ്ങ് പോകുന്നുണ്ടല്ലോ. നീ എന്ത് കണ്ടിട്ടാ ഈ അഹങ്കരിക്കുന്നത്? ഈ കൂടെ നടക്കുന്ന ഇവൻ്റെ തണ്ടും തടിയും കണ്ടിട്ടാണോ എന്ന് ചോദിക്കുക. അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കല്യാണി നമ്മുടെ പ്രകാശന്റെ മുഖത്ത് നോക്കി ചോദിക്കുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്റെ പണം കണ്ടിട്ടല്ലേടി നീ ആ വീട്ടിൽ നിന്ന് മുങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി പ്രകാശൻ ഇങ്ങനെ പറയുമ്പം നമ്മുടെ കിരണിന്റെ സകല നിയന്ത്രണവും വിട്ടു. കിരണാണെങ്കിൽ ദേഷ്യപ്പെട്ട് പ്രകാശനോട്, തനിക്ക് എന്തിൻ്റെ കേടാണ്, താൻ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാർത്തിക ഇടപെടുകയാണ്. അതെ കിരണേ, എൻ്റെ അച്ഛനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അച്ഛനോ? ഏത് വകയിലാണ് കാർത്തിക ചേച്ചിക്ക് പ്രകാശൻ അച്ഛനാകുന്നതെന്ന് നമ്മുടെ കിരൺ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും അവള് പറയാണ്, അതെ, എത്രയൊക്കെ വന്നാലും ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇപ്പൊ ഇദ്ദേഹം എൻ്റെ അച്ഛനാണ്. ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതെ, എൻ്റെ അച്ഛനെ എൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരാൾ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്കന്ന് മനസ്സിലായതല്ലേ? നിങ്ങളന്ന് എത്രയൊക്കെ പറഞ്ഞു, ഇദ്ദേഹത്തെക്കുറിച്ച് എത്രമാത്രം കുറ്റം പറഞ്ഞു. എന്നിട്ടും ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും വലുതെന്ന്. ഞാനിപ്പം ഇദ്ദേഹത്തെ അത്ര കണ്ടങ്ങ് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ തന്നെയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ അങ്ങ് വാനോളം പുകഴ്ത്തി കാർത്തിക ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രകാശൻ പറഞ്ഞു, കണ്ടോടി, നിന്നെയൊക്കെ വെറുതെ ഞാനങ്ങ് ജനിപ്പിച്ചു. ഇത് കണ്ടോ, ഈ മോള് കർമ്മം കൊണ്ടാണ് ഈ മോൾ എനിക്ക് മകളായി മാറിയിരിക്കുന്നത്, അല്ലാതെ ജന്മം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളും ഇങ്ങനെ വലിയ കാര്യത്തിന് സംസാരിച്ചു. എന്തായാലും കല്യാണി, നിനക്ക് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞെന്നും പറഞ്ഞ് പ്രകാശനാണെങ്കിൽ നമ്മുടെ കല്യാണിയോട് പറഞ്ഞു, ഒരു കാലത്തും ഒരു സ്ഥലത്ത് പോയാലും നീ ഗതി പിടിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുക തന്നെ നിന്റെ വിധി. ഇവന്റെ ഈ ഒരു അഹങ്കാരത്തിന്റെ പുറത്താണ് നീ ജീവിക്കുന്നതെങ്കിൽ അതിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. ഇവൻ മിക്കവാറും ആരുടെയെങ്കിലുമൊക്കെ കൈകൊണ്ട് തീരുമെന്ന് പറഞ്ഞു. ഇവന്റെ അമ്മാവൻ തന്നെ ഉണ്ടല്ലോ ഇവനെ തീർക്കാനായിട്ട്. ആ രീതിയിലൊക്കെ പ്രകാശൻ ഇങ്ങനെ സംസാരിച്ചപ്പം കിരണാണെങ്കിൽ നിയന്ത്രണം വിട്ട് പ്രകാശനെ തല്ലാൻ കയ്യോങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറഞ്ഞു, കിരണേട്ടാ വേണ്ട, എന്തായാലും ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് പോവാന്നും പറഞ്ഞ് കിരണിനെയും കൂട്ടിയിട്ട് കല്യാണി അവിടുന്ന് പോവാണ്. ഈ സമയത്താണെങ്കിലോ പ്രകാശൻ അങ്ങനെ ആലോചിക്കുക, കണ്ടോ, തനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇത്രയും കോടീശ്വരിയായിട്ടുള്ള കാർത്തിക മോളുണ്ട്. ആ മോളുടെ ആ ഒരു സ്നേഹം കണ്ടില്ലേ? കല്യാണിയും കിരണും എന്നെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാനായിട്ട് അവൾ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക. ഈ സമയത്താണെങ്കിലോ, അതെ അച്ഛാ, നമ്മൾ എന്തായാലും ഇവിടെ വന്നത് കിരണിനോടും കല്യാണിയോടും വഴക്കുണ്ടാക്കാനൊന്നും അല്ലല്ലോ. വാ, അച്ഛന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുക്കണം, അച്ഛൻ്റെ ഇഷ്ടത്തിന് വിലയൊന്നും അച്ഛൻ നോക്കണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക പ്രകാശനെയും
മനുവിനെയും കൂട്ടിയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ്. മനുത നിഷയുടെ അടുത്ത് ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ആ സമയത്താണെങ്കിലോ നിഷ പറഞ്ഞു, അതെ നമ്മൾ ഇന്ന് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അധികം അങ്ങോട്ടൊന്നും സന്തോഷിക്കാനൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണമെന്ന്. ഇനിയിപ്പം എന്നാ നമുക്കൊന്ന് പുറത്തു പോകാൻ പറ്റുക? എൻ്റെ മോളു, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? ദേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മോളിനെ കൊണ്ട് മോളിൻ്റെ വീട്ടിലൊന്ന് ആക്കട്ടെ. 2 ദിവസം കഴിയുമ്പം ഏട്ടൻ മടങ്ങി വരാമെന്ന് പറയാണ്. അപ്പം ഇപ്പുറത്താണെങ്കിലോ നമ്മുടെ സരയു മനുവിനെ നിർത്താതെ വിളിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ, പോരാത്തതിന് അവൾ പ്രഗ്നൻ്റ് കൂടിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലണമെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ മനു ആണെങ്കിൽ നിഷയോട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിഷയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ രാഹുലിൻ്റെയും അതുപോലെ തന്നെ സരയുടെയും ഒക്കെ അടുത്തേക്ക് ഇവൻ ചെല്ലുകയാണ്. ഈ സമയത്താണെങ്കിലും സരയു പറഞ്ഞു, മനുവേട്ടാ എന്ത് പോക്കാ നിങ്ങൾ പോയത്? അച്ഛനാണെങ്കിൽ അന്നത്തെ ദിവസം ഇവിടെ എത്തുകയും ചെയ്തു. അല്ല ഏതോ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എന്താ അതൊന്നും പറയാതിരുന്നേന്ന് സരയു ഒരു പരിഭവം പറയുന്നത് പോലെ മനുവിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം മനു പറഞ്ഞു, മോളു അത് ഞാനേ വിട്ടുപോയതാണ്. പിന്നെ ഒരുപാട് തിരക്കുകളല്ലേ മോളു, ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം തന്നെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ മോളുടെ അടുത്തേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞ് പഞ്ചാര വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ മനു ആണെങ്കിൽ ദാ സരയുവിനെ അങ്ങ് ചേർത്ത് നിർത്തുകയാണ്. സരയുവിനാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷം കിട്ടാനേ ഇല്ല. മനുവേട്ടാ എനിക്ക് ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മനുവേട്ടനൊരു കാര്യം ചെയ്യ്, ദേ നമുക്കൊന്ന് പുറത്തു പോയാലോ? മോളു ഇപ്പം തന്നെ പോകണോ? ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, കുറച്ച് സമയം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മനു ആ സമയത്ത് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വെഗാസുരനെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ രൂപയുടെ അടുത്ത് ചെന്നിട്ട് രൂപയോട് ഒരു ഗ്ലാസ് ചായയൊക്കെ ചോദിച്ചായിരുന്നല്ലോ. രൂപ ആ ഒരു ചായയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിനും, എന്താ ഏട്ടൻ എന്താ ഇത്ര ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അതെ നീ പറഞ്ഞത് സത്യം തന്നെയാണോ രൂപേ? എന്ത് കാര്യം ഏട്ടാ ഈ പറയുന്നത്? അതെ കല്യാണി ഡൽഹിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞതും കിരണ് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞില്ലേ, ആ കാര്യമാണ് ഞാനാ ചോദിച്ചതെന്ന് പറഞ്ഞു. ഈശ്വര, ഈ കാലൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് രൂപ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുമ്പോഴത്തേക്കിനും അത് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് പറ്റിയ സമയം. കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റും. ആ സമയം നമ്മൾ നല്ലതുപോലെ അങ്ങ് വിനിയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കും നിനക്കും ഒക്കെയുള്ള ആഗ്രഹം പോലെ തന്നെ സരയും കിരണും തമ്മിൽ ഒന്നാകുമെന്നൊക്കെ പറഞ്ഞു. ഏട്ടാ അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്താൽ പോരെന്നൊക്കെ രൂപ നമ്മുടെ രാഹുലിനെ പറഞ്ഞ് വിലക്കുന്നുണ്ടെങ്കിലും രൂപയുടെ വാക്കുകളൊന്നും കേൾക്കാതെ രാഹുലാണെങ്കിൽ അത് തന്നെയാണ് ശരിയായ തീരുമാനം. എന്തായാലും കല്യാണിയെ തീർക്കണമെന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കാർത്തിക ആ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വണ്ടിയിൽ കയറുന്ന ആ ഒരു സമയത്താണെങ്കിൽ കാർത്തിക പറഞ്ഞു, അതെ അച്ഛ ഇന്നത്തെ ഫുൾ പർച്ചേസിങ്ങും കളറും ഒക്കെ അച്ഛന് ചേരുന്ന രീതിയിലൊക്കെ എല്ലാം സെലക്ട് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. അപ്പം കാർത്തികയുടെ അമ്മയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രകാശൻ്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. എന്തായാലും കാർത്തികയുടെ അമ്മയൊന്ന് കാണണമല്ലോ. കൊച്ചു പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു സുന്ദരിയാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും മോളുൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ചോദിക്കുക. അപ്പം കാർത്തിക പറഞ്ഞു, അതിനെന്തിനാ ഫോട്ടോ? അച്ഛനെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയെ കാണാമല്ലോ, അതിനുള്ളൊരവസരം ഞാൻ ഉണ്ടാക്കി തരാമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ കാർത്തിക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ്റെ മനസ്സിലേക്ക് അവളുടെ അമ്മയുടെ ആ ഒരു ചിത്രം അതങ്ങ് വെച്ച് പതിപ്പിച്ചു കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ പ്രകാശനാണെങ്കിൽ ഒരു റൊമാൻസ് മട്ടിലേക്ക് അങ്ങനെ അങ്ങ് ചാഞ്ചാടി നിൽക്കുക. എന്തായാലും ദീപ എന്ന് പറയുന്ന ഭാര്യ പ്രകാശനെ അടുപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കിട്ടിയ അവസരം അങ്ങ് മുതലാക്കുക. കോടീശ്വരിയായിട്ടുള്ള ഒരു മകളും അതിനേക്കാട്ടിലും വലിയ കോടീശ്വരിയായിട്ടുള്ള ഒരു അമ്മയുമാണ്. അപ്പം ഇതിൽ പരം ഒരു നല്ല ബന്ധം പ്രകാശൻ ഈ വയസ്സാം കാലത്ത് കിട്ടാനില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഈ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് കാർത്തിക നേരെ വീട്ടിൽ പോയിട്ട് അവളുടെ അമ്മയോട് സംസാരിക്കുന്നതാണ്. അമ്മേ, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ പ്രകാശൻ ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് പ്രകാശനോട് എന്തോ ഒരു
ഒരു സ്നേഹമൊക്കെ ഉണ്ടെന്നാണ്. ഞാനത് ഒട്ടും കുറയ്ക്കാനും നിന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഞാനതൊക്കെ പറഞ്ഞ് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ട്രാക്കിൽ തന്നെയാണല്ലേ മോളെ പോകുന്നത്. അതെ അമ്മേ, അയാളെ വാനോളം അങ്ങ് പൊക്കണം. അതിനുശേഷം ആ ദുഷ്ടനെ പിടിച്ച് താഴെ ഇടണമെന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ സംസാരിക്കുമ്പം അമ്മ പറഞ്ഞു, മോളെ നീ അടി ശരിക്കും ഒരു മോള്. എന്തായാലും ഈ അമ്മ അനുഭവിച്ച ആ ഒരു ദുഃഖങ്ങളും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിയിട്ട് എൻ്റെ മോള് നിൽക്കുന്നുണ്ടല്ലോ. പ്രകാശൻ എന്ന് പറയുന്ന നിന്റെ അച്ഛനാണെങ്കിൽ കൂടിയും അയാൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ തൻ്റെ മകളെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പം നമ്മുടെ കാർത്തിക പറഞ്ഞു, അമ്മ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. കല്യാണിയും കിരണിനെയും ഒക്കെ ഇന്ന് കണ്ടായിരുന്നു. അവര് ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്തിയതും അതുപോലെ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളും ഒക്കെ കാർത്തിക അമ്മയോട് പറയാണ്. മോളെ എന്ത് ചെയ്യാനാ, നല്ല ആൾക്കാരാണ് കിരണും കല്യാണിയും ഒക്കെ. അവരെയൊക്കെ അകറ്റി നിർത്തുന്നതിൽ അമ്മയ്ക്കും വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? പ്രകാശനെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ ഇതല്ലേ മാർഗമുള്ളൂ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മോള് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ കാർത്തികയുടെ അമ്മ കാർത്തികയെ ഉപദേശിക്കുകയാണ്. അങ്ങനെ തന്നെ അമ്മ ചെയ്യുന്നത്. പിന്നെ കല്യാണിക്ക് വലിയൊരു പുരസ്കാരം കിട്ടി, അവള് ഡൽഹിയിലേക്ക് പോവാനിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ കാർത്തിക അമ്മയോട് പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പം നമ്മളെ കാണിക്കുന്നത് പ്രകാശനെയാണ് കേട്ടോ. അപ്പൊ പ്രകാശനാണെങ്കിൽ ദേ നമ്മുടെ കാർത്തികയുടെ അമ്മയ്ക്ക് തന്നോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി മൊത്തത്തിൽ പുള്ളിക്കാരൻ ഗെറ്റപ്പൊക്കെ അങ്ങ് മാറ്റി. നോക്കുമ്പോഴാണെങ്കിലോ അമ്മ എന്നെ ഒന്ന് നോക്കിക്കേ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് നമ്മുടെ മൂങ്ങ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ മൂങ്ങ പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ പ്രകാശ, ഇത് നീ തന്നെയാണോ എന്ന് അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ടടാ. ദേ ഇപ്പൊ നിന്നെ കണ്ടാല് ഒരു 10-15 വയസ്സ് ചെറുപ്പം തോന്നുമെന്നൊക്കെ പറഞ്ഞു. പ്രകാശനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് എന്താ ചെയ്യാ, എൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂങ്ങാ മുത്തശ്ശി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാൻ പോനെ, നിന്റെ ആ ഫോൺ ഇങ്ങോട്ട് എടുത്തേ, അമ്മ 3-4 ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശന്റെ പല സൈസുള്ള ഫോട്ടോസൊക്കെ മൂങ്ങാ മുത്തശ്ശി എടുക്കുകയാണ്. പ്രകാശനാണെങ്കിൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനു ആണെങ്കിൽ സരയുടെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പം സരയു പറഞ്ഞു, മനുവേട്ടാ ദേ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മനുവേട്ടൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്ന്. മോളു ഈ സമയത്ത്, അതും ഈ വയ്യാതിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ മനു ചോദിക്കുകയാണ്. അതൊന്നും സാരമില്ലെന്നേ, വാ നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ പോവാന്നും പറഞ്ഞ് ഇവനെയും കൂട്ടി നമ്മുടെ സരയു പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഇവര് ആ ഒരു റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ ഒരു മാളിലും ഒക്കെ ചെന്നു. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നിഷയാണ്. നിഷ മനുവിന്റെ വിവരങ്ങളൊന്നും ഇല്ലല്ലോ. അതുമല്ല തനിക്ക് പുറത്തു പോയി ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞ് അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് അവള് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവളും വരുന്നത് ഇതേ മാളിലേക്ക് തന്നെ. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ മനു 2 ഭാര്യമാരുടെ ഇടയിൽ പെടുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ്. എന്തായാലും 2 പേരും കൂടെ ഈ സത്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യും. സരയു ആണെങ്കിലോ മനുവിന്റെ ഈ ഒരു ഉടായ്പ സ്വഭാവമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അവനെ 2ആയിട്ട് വെട്ടി കണ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.